السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد. الشمائل المحمدية ഓൺലൈൻ ദർസിലെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷമായിൽ മുഹമ്മദിയ പഠനത്തിലെ ആമുഖ ദർസിലാണ് നമ്മൾ. മഹാനായിരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം നമ്മിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാചക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും ആഹ്ലാദവും, അതിനൊക്കെ അപ്പുറം മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ് ഓരോ ജന്മദിനവും ഓരോ നബിദിനവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കാൻ ലോകം എന്നോ മുന്നൊരുക്കം തുടങ്ങി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് പൊട്ടച്ചിറ അൻവരി അറബി കോളേജിലെ ബിരുദധാരികളായിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന അൻവരീസ് അസോസിയേഷൻ, അതായത് ആലിയ, അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അന്തൽ ഹബീബ് എന്ന ശീർഷകത്തിൽ സ്നേഹദൂതരുടെ 1500 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ വിവിധ പരിപാടികൾ നടത്തപ്പെടുന്നുണ്ട്. പല പരിപാടികളും കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ ഒരു ഇനമാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ ഓൺലൈൻ ദർസ്. ആ ഓൺലൈൻ ദർസിന്റെ പ്രാരംഭ ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മഹാനായിരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ മനസ്സിലാക്കാൻ, ഏറെ അറിയാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഷമാഇൽ മുഹമ്മദിയ ദർസ് നമ്മൾ ആരംഭിക്കുന്നത്. മഹാനായിരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ തിരുദാത്തിനെയും വ്യക്തിത്വത്തെയും സംബന്ധിച്ച സവിശേഷതകൾ, പഠനങ്ങൾ, ഈ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് 4 ഭാഗങ്ങളായിട്ട് ഈ പഠനങ്ങളെ തരംതിരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഖസായിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട, പ്രവാചകന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ 4 ഭാഗങ്ങളായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഇനം ഖസായിസ്. ഖസായിസിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടാവുക? മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന് മാത്രമായിട്ട് മറ്റാർക്കും നൽകപ്പെടാത്ത കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ റസൂലുള്ളാഹിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ കുറേ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ചർച്ച, അതാണ് ഖസായിസിലുള്ളത്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഖസായിസുൽ കുബ്ര തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ ഇനം, ഖസായിസ്. രണ്ടാമത്തെ ഇനം ദലായില്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതാണ് ദലായിലുള്ളത്. ദലായിലുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തത്, ആ പഠന ഇനങ്ങളിലെ മൂന്നാമത്തത് ഫളായില്. മറ്റ് പ്രവാചകന്മാർക്കുള്ള പ്രത്യേക ഗുണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി സവിശേഷമായി നൽകപ്പെട്ട ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഫളായില്. നാലാമത്തത് ഷമായില്. ഷമായിലിൽ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും? ആ തിരുശരീരത്തിന്റെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം, ആ ശരീരത്തിന്റെ ആകൃതി, ആ ശരീരത്തിന്റെ പ്രകൃതി, ഇതുമായി ബന്ധപ്പെട്ട ചർച്ച
ഇതാണ് ഷമായിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രവാചകന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചർച്ചകളെ പണ്ഡിതന്മാർ 4ആയി തിരിച്ച ഖസായിസ്, ദലായില്, ഫളായില്, ഷമായിൽ. ഇതിലെ ഒരു ഇനമാണ് ഷമായിൽ എന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു ഇനമാകുന്ന ഷമായിലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ അഷമായിൽ മുഹമ്മദിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് ഷമായിൽ എന്ന് പറയുന്ന ചർച്ചയാണല്ലോ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചർച്ച എടുത്തിട്ടുള്ളത്. എന്താണ് ഷമായിൽ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് നമുക്ക് നോക്കിയേക്കാം. ഇപ്പൊ ഷമായിൽ എന്ന് പറയുന്നത് ഷിമാല് എന്ന അറബി പദത്തിന്റെ ജമ്മ ആണ് ഷമായിൽ. ഷിമാല് എന്നത് അതിന് അറബി ഭാഷയിൽ ഭാഷാപരമായി തന്നെ ഒരുപാട് അർത്ഥങ്ങൾ കാണാം. ആ കൂട്ടത്തിൽ ഒരർത്ഥം എങ്ങനെ കാണാം? ഷിമാൽ എന്ന് പറഞ്ഞാല് ഹുൽക്ക്, അതായത് ആകൃതി, സ്വഭാവം എന്നൊക്കെ കാണാം. ഷിമാൽ എന്നതിന് ജിഹത്ത് അല്ലെങ്കിൽ യമീനിന്റെ വലതിന്റെ എതിർ ഭാഗം ഇടത്, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. കുറെ അർത്ഥമുണ്ട്. ആ കൂട്ടത്തിൽ ഒരർത്ഥമാണ് ഹുൽക്ക് എന്നൊക്കെ, പ്രകൃതി, സ്വഭാവം എന്നൊക്കെ ഷിമാൽ എന്നുള്ളതിന് ഭാഷാപരമായി അർത്ഥമുണ്ട്. ഷമായിലുൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഷമായിൽ. ആ ഷമായിൽ എന്ന ആ വിജ്ഞാന ശാഖ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് അതിന് നിർവചനം പറയുന്നുണ്ട്. ഇൽമുൻ യുബ്ഹദു ഫി ഔസാഫി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഖൽഖിയ്യ വൽ ഖുൽഖിയ്യ വഅഹ്വാലിഹി ശരീഫ ഫി തഅബ്ബുദിഹി വസുഹദിഹി വസീറതിഹി ഫി നഫ്സിഹി വഫി അഹ്ലിഹി വഫി അസ്ഹാബിഹി വന്നാസ് അജ്മഈൻ. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതിപരവും സ്വഭാവപരവുമായിരിക്കുന്ന വിശേഷണങ്ങളെ കുറിച്ചുള്ള ചർച്ച. ഇതിനാണ് ഷമായിൽ നബി എന്ന് പറയുക. അപ്പൊ ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരഘടന എങ്ങനെയായിരുന്നു, അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ ആ മുഖത്തിന്റെ ഭംഗി എങ്ങനെയായിരുന്നു, തലമുടി എത്ര ഉണ്ടായിരുന്നു, തലമുടി, അവിടുത്തെ താടിരോമങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ നടത്തം എങ്ങനെയായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഉയരമുള്ള ആളായിരുന്നോ അതോ ഉയരം കുറഞ്ഞ ആളായിരുന്നോ, എത്ര മുടി നരച്ചിരുന്നു, അവിടുത്തെ പിരിക എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തടിച്ച ആളായിരുന്നോ അതോ മെലിഞ്ഞ ആളായിരുന്നോ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പുലർത്തിപ്പോന്നിരുന്ന സ്വഭാവങ്ങൾ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത നമുക്ക് കണ്ടവരായ സ്വഹാബാക്കള് അവർക്ക് മനസ്സിലായ രൂപത്തിൽ വിവരിച്ചു തരിക. അതുമായി ബന്ധപ്പെട്ട ഇൽമാണ് ഷമായിൽ എന്ന് പറയുന്നത്. അപ്പൊ ഷമായിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിജ്ഞാനശാഖയുടെ പേരാണ്, ഒരു ഇൽമിന്റെ പേരാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഇൽമിനൊക്കെ ഷമായിൽ എന്നാണ് പൊതുവെ പറയുക. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സൗന്ദര്യം, ഈ ആകൃതി, ഈ പ്രകൃതി, ഇത് സംബന്ധമായി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. എന്തിനാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചത്? അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി ഇത് മനസ്സിലാക്കുന്നതിന്റെ പ്രസക്തി എന്താ? അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്താണ്? നമ്മളിപ്പോൾ ഷമായിൽ മുഹമ്മദിയ മനസ്സിലാക്കാൻ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണല്ലോ. ഇത് കേട്ടിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ കേട്ടതിനെ കൂടെ പിന്നെയും കേൾക്കുന്നു. എത്ര കേട്ടാലും പിന്നെയും കേൾക്കണമെന്ന് നമ്മൾ പറയുന്നു. ഇതിങ്ങനെ കേട്ടിട്ടും ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടൊക്കെ എന്താണ് അതുകൊണ്ടൊരുള്ള ഫായിദ, ഒരു ഉപകാരം? മഹാനായിരിക്കുന്ന യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ലൈസൽ മഖ്സൂദ് മിൻ ജംഇ ഷമാഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മുജറദി മഅരിഫത്തി ഇൽമിൻ താരീഖിയ്യിൻ. അവിടുത്തെ ഷമാഇൽ, അതിൽ പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ ആ രചിച്ചത് ലൈസ ബി മുജറദി മഅരിഫത്തി ഇൽമിൻ താരീഖിയ്യിൻ,
വെറൊരു ചരിത്ര പഠനം എന്നുള്ള നിലക്കല്ല. അല്ലെങ്കിൽ വയതഹദ്ദതു ബിഹി ഫിൽ മജാലിസ്, മജ്ലിസുകളിൽ പറയാൻ മാത്രമല്ല, പ്രസംഗിക്കാൻ ഉപയോഗിക്കാം, വഅദ് പറയാൻ ഉപയോഗിക്കാം, പറയാൻ ഉപയോഗിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇത് മാത്രമല്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശമാഇൽ പഠിക്കുന്നതിന്റെ ലക്ഷ്യം. പിന്നെ എന്താ ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? ഇത് പഠിച്ചാൽ ഉണ്ടാവുന്ന ഉപകാരം എന്താണ്? വഇന്നമൽ മഖ്സൂദു മിൻ ജംഇ ശമാഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവായിദു ഉഖറ. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഗ്രന്ഥം രചിച്ചാൽ, ഇത് മനസ്സിലാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഓരോ നേട്ടങ്ങളും അദ്ദേഹം ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ: മിൻഹ അത്തലദ്ദുദു ബിസിഫാത്തിഹിൽ അലിയ വശമാഇലിഹി റദിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമായിൽ പഠിച്ചാൽ അവിടുത്തെ ആകൃതി, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ സ്വഭാവം, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ സത്യവിശ്വാസിക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ആ മനസ്സിന് കിട്ടുന്ന വല്ലാത്തൊരു ആനന്ദം, ഒരു ലബ്ധത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നാം ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ഹുബ്ബ് വെക്കേണ്ടുന്ന മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കണ്ടവരെ കേൾക്കുമ്പോൾ, കണ്ടവർ പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ, അവരിങ്ങനെ വർണ്ണിച്ചു തരുമ്പോൾ ഒരു അതിരില്ലാത്തൊരു ആനന്ദം കിട്ടും. വല്ലാത്ത ആ കേൾക്കുന്നതിലൂടെ. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകേണ്ടത് റസൂലുള്ളാഹിയാണ്. നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത്, നമ്മളെയൊക്കെ നേതാവ്, ഏറ്റവും വലിയ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആ റസൂലുള്ളാഹിന്റെ ആ സൗന്ദര്യം ഇങ്ങനെ കേൾക്കുമ്പോൾ, അവിടുത്തെ വർണ്ണനകൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ, അതിലൂടെ സത്യവിശ്വാസിക്ക് വല്ലാത്തൊരു ആനന്ദം കിട്ടും. മഹാനവർകൾ പറയുന്നു, അന്ന മഅരിഫത ശമാഇലിഹി ശരീഫ തസ്തദഇ മഹബ്ബതുഹു لأن الإنسان مجبول على حب الصفات الجميلة ومن اتصف بها ولا أجمل ولا أكمل من صفاته صلى الله عليه وسلم. മഹാനായിരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമായിൽ അറിഞ്ഞാൽ, അതിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിങ്ങനെ ഇരുന്ന് കേട്ടാൽ തസ്തദഇ മഹബ്ബതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഇങ്ങനെ അറിയാതെ ഉള്ളിലിങ്ങനെ ഒരുമിച്ച് കൂടും. മഹബ്ബത്ത് ഇങ്ങനെ കൂടിക്കൂടി കൂടി ഇങ്ങനെ വരും. അത് ഹൃദയത്തിൽ മഹബ്ബത്ത് കൊണ്ടിങ്ങനെ നിറയും. കാരണം മനുഷ്യനൊരു സ്വഭാവമുണ്ട്, മനുഷ്യനൊരു പ്രകൃതിയുണ്ട്. മനുഷ്യൻ എപ്പോഴും നല്ല വിശേഷണങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ജന്നൽ ഇൻസാന മജ്ബൂലുൻ അലാ ഹുബ്ബി സിഫാത്തിൽ ജമീല. നല്ല വിശേഷണങ്ങൾ ഉള്ളവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മനുഷ്യന്റെ പ്രകൃതിയാണത്. നല്ല വിശേഷണങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നല്ല വിശേഷണങ്ങൾ ഉള്ളവരെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ വലാ അജ്മല വലാ അക്മല മിൻ സിഫാത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഭംഗിയുള്ള വേറെ ആരാണുള്ളത്? തിരുദൂതരേക്കാൾ ഉത്കൃഷ്ട സ്വഭാവമുള്ള വേറെ ആർക്കാണ് അങ്ങനെ ഒരു സ്വഭാവമുള്ളത്? അപ്പൊ ഏറ്റവും ഭംഗിയുള്ള ആള്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, അതാണ് നമ്മുടെ പ്രവാചകൻ എന്നറിയുമ്പോൾ നമ്മൾ മനുഷ്യന്റെ പ്രകൃതിപരമായിട്ട് തന്നെ റസൂലുള്ളാഹിനെ അങ്ങനെ വല്ലാതെ അങ്ങനെ ഹുബ്ബ് വെക്കും. അവിടുത്തെ വിശേഷണം അങ്ങനെ കേട്ട് കേട്ട് മഹബ്ബത്ത് ഇങ്ങനെ കൂടിക്കൂടി പിന്നെ ഉണ്ടാകുന്നത് ആ തഖർറുബ് ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തോട് നമ്മൾ അടുക്കും, വല്ലാതെ അടുക്കും, അടുത്തടുത്ത്, പിന്നെയും വല്ലാതെ അടുത്ത്. പിന്നെ നമുക്ക് പറയാൻ ആ തിരുദൂതരുടെ വിശേഷണങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അവിടുത്തെ സ്വഭാവങ്ങളെക്കുറിച്ചേ നമ്മൾ പറയുകയുള്ളൂ. അങ്ങനെ സ്വഭാവങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ വരില്ലാഹു ബിദിക്രി ഔസാഫിഹിൽ കാമില വ അഖ്ലാഖിഹിൽ ഫാദില, അവിടുത്തെ തൃപ്തി ആ പറച്ചിലൂടെ, ആ മനസ്സിലാക്കുന്നതിലൂടെ റസൂലുള്ളാഹിന്റെ തൃപ്തി നമുക്ക് കിട്ടും. പിന്നെ ആ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തിബാഉഹു വൽ ഇഖ്തിദാഉ ബിഹി ലിമൻ വഫഖഹുല്ലാഹ്, ആ തിരുദൂതരോട് പിൻപറ്റാൻ, ആ തിരു സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാക്കും. പക്ഷേ അത് പിൻപറ്റാനും, അത് സ്നേഹിക്കാനും, ആ പ്രവാചകനെ സ്നേഹിക്കാനും, അവരെ അനുധാവനം ചെയ്യാനും അതെല്ലാവർക്കും ഒന്നും കഴിഞ്ഞോളുന്നില്ല. അത് പ്രവാചകനെ കുറിച്ച് കേട്ട, പ്രവാചകനെ കുറിച്ച് പറയുന്ന എല്ലാവർക്കും അത് കഴിഞ്ഞോളുന്നില്ല. ഇമാം നബഹാനി റഹിമഹുല്ലാഹ് പറയുന്നു, ലിമൻ വഫഖഹുല്ലാഹ്, അതിന് അള്ളാഹുവിന്റെ പ്രത്യേക തൗഫീക്ക് വേണം, അവർക്കേ അത് ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗഫീക്ക് നമുക്ക് നൽകട്ടെ. ആ തിരുദേഹം സ്വപ്നത്തിൽ ദർശിക്കാൻ,
അവിടുത്തെ പിൻപറ്റാൻ, ആ സൗന്ദര്യം മനസ്സിലാക്കാൻ, ഏറ്റവും കൂടുതൽ അവിടത്തോട് ഹുബ്ബ് വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.